ഇത് കണ്ടോ, ആസാമിലെ ഒരു ഗ്രാമത്തിലെ കാഴ്ച കേട്ടോ. എൻ്റെ മുന്നിലുള്ളത് ബ്രഹ്മപുത്ര റിവറാണ്. അവിടെ 5-6 തോണികളൊക്കെ കരക്കടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കുട്ടികളൊക്കെ ഞാനിതാ സൈക്കിളിൽ വന്നപ്പോൾ എൻ്റെ പിന്നാലെ കൂടിയതാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള മക്കളാണ്. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു വീട് സെറ്റപ്പാണ്. ഇവിടെ കന്നുകാലികളൊക്കെ ഇവർ വളർത്തുന്നുണ്ട്. നല്ല ആളുകളാട്ടോ. ഇവർ വന്നപ്പോൾ തന്നെ ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നത്. കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് നോക്കി, ഇവർ ഈ ഒരു റിവറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്ത് വെച്ചാണ്ടോ ചെറിയ ചാക്കൊക്കെ ഇട്ട് അവർ സ്റ്റെപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർക്ക് അവിടെ പോയിട്ട് അലക്കാനും കുളിക്കാനും പിന്നെ അതേപോലെ തന്നെ മീൻ പിടിക്കാനൊക്കെ കഴിയും. ഇതുണ്ടോ, മീൻ പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്ത് ഭംഗിയുള്ള ഗ്രാമമാണെന്ന് നിങ്ങൾ നോക്കി. അവിടെ ഉണ്ടോ സൂര്യ അസ്തമിക്കുന്നുണ്ട്. അടിപൊളി കാഴ്ചകളാട്ടോ. പിന്നെ ഇവർ കുതിരന് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ്ടോ, ഈ ഒരു ഇതിൻ്റെ കാഷ്ടൊക്കെ ഇവർ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ അതേപോലെ തന്നെ കൗടങ്ങൊക്കെ ഇവർ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ. ഇതാണ്ടോ ചെറിയ ചെറിയ കൃഷി ഇവരിതാ ഇങ്ങനെ ഒരു സർക്കിളിൽ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ വീടിൻ്റെ ഒക്കെ ഒരു കാഴ്ച. ആളുകൾ കണ്ടോ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. വൈകുന്നേരം ഇവർ ഒരു റിലാക്സിന് വേണ്ടി ഇവിടെ ഇരിക്കുക കേട്ടോ. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചരക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് കണ്ടോ. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ഇതിങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഹായ്, നാം ക്യാ ഐഷ്നി. അച്ഛാ കൈസോ? ഹായ്. ഇതാണ്ടോ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകളുണ്ടോ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ആടിനൊക്കെ നല്ല രോമുണ്ട് കേട്ടോ. കാരണം തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തണുപ്പിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രോമങ്ങളാണ് ഇതൊക്കെ. നാച്ചുറലി അവർക്കുള്ള കേട്ടോ. കണ്ടോ പ്രാവിനും ഇവർ വളർത്തുന്നുണ്ട്. വീട് കണ്ടോ മണ്ണായിട്ടാണ് ഇവർ ഇവിടെയൊക്കെ മണ്ണ് തേച്ചിട്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഇവർ ചെറിയൊരു സെറ്റപ്പിൽ വീടൊക്കെ മറിച്ചിട്ട് ഭദ്രമായിട്ട് ഇവർ ജീവിക്കുന്നുണ്ടോ. നല്ല മക്കളാണ്. ഹായ് ബോലോ സബി, ഹായ് ബോലോ. ഏയ്